ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 98 മുതലുള്ള സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذَلِكَ جَزَاؤُهُمْ بِأَنَّهُمْ كَفَرُوا بِآيَاتِنَا وَقَالُوا أَإِذَا كُنَّا عِظَامًا وَرُفَاتًا أَإِنَّا لَمَبْعُوثُونَ خَلْقًا جَدِيدًا. അവർ നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ കേവലം അസ്ഥികളും മണ്ണുമായി കഴിഞ്ഞ ശേഷം പുതുസൃഷ്ടിയായി എഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന് ചോദിച്ചതിനുള്ള പ്രതിഫലമത്രേ ഇത്. ഈ നരകം അവരുടെ കടുത്ത നിഷേധങ്ങൾക്കും ധിക്കാരങ്ങൾക്കും വെല്ലുവിളികൾക്കുമുള്ള ശിക്ഷയാണ്. അസ്ഥികളും മണ്ണുമായി കഴിഞ്ഞ ശേഷം വീണ്ടും പുതിയ സൃഷ്ടിയായി എഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന പരലോക നിഷേധത്തിനും പരിഹാസത്തിനുമുള്ള മറുപടി കൂടിയാണ്. സത്യം അറിഞ്ഞ ശേഷം അത് മറച്ചു വെക്കുക, സത്യത്തെ പരസ്യമായി കളവാക്കുക, സന്മാർഗപാതയെ തള്ളിക്കളയുക, ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക, പ്രവാചകരെ പ്രബോധകരെ വേട്ടയാടുക, അള്ളാഹുവിനെ വെല്ലുവിളിക്കുക, പൈശാചികതയുടെ കൂട്ടാളികളാവുക, ഭൂമിയിൽ കനത്ത ധിക്കാരങ്ങൾ പ്രവർത്തിക്കുക, മനുഷ്യർക്കെതിരെ കൂട്ടക്കൊല നടത്തുക തുടങ്ങിയ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള കടുകടുത്ത ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു അത് അവർക്കുള്ള പ്രതിഫലമാണ് എന്ന് പറയുന്നത്. സമ്പത്ത്, ആരോഗ്യം, സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള അനുഗ്രഹ നിഷേധങ്ങളും ഇസ്ലാമിൻ്റെ ഭാഷയിൽ കുഫ്റാണ്. അള്ളാഹുവിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുന്നതും കുഫ്റാണ്. നന്ദികേടും ഫിസുക്കുമൊക്കെ കുഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ സൂക്ഷ്മത കാണിക്കാൻ വിശ്വാസികളും തയ്യാറാവണം. കുഫർ എന്ന് പറയുന്നത് ഒറ്റ വാക്കിലുള്ള അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന നിഷേധികൾക്ക് മാത്രം പറയുന്ന പേരല്ല. ഈ പറയുന്ന അനുഗ്രഹ നിഷേധങ്ങൾക്കും മറ്റും കുഫർ എന്ന് പറയുന്ന പദം ഇസ്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ നരകശിക്ഷയെപ്പറ്റി പറയുമ്പോൾ അത് കുഫറിനുള്ള ശിക്ഷയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യൻ മരണശേഷം അസ്ഥികളും മണ്ണുമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന നിഷേധികളുടെ കുരുട്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ സൂറത്തിൽ തന്നെ നേരത്തെ അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ഇവിടെ അത്തരം വാദക്കാർക്കുള്ള ശിക്ഷയെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. 99-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഖാദിറുൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും വജഅല ലഹും അജല ലാ റൈബ ഫീ ഫഅബല്ലാലിമൂന ഇല്ലാ കുഫൂറ. ഭൂലോകത്തെയും വാനലോകത്തെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന് ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ തീർച്ചയായും കഴിവുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലയോ? അവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് അവന് ഒരു സമയം നിർണയിച്ചു വച്ചിട്ടുണ്ട്. അത് വന്നെത്തുമെന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാകുന്നു. പക്ഷേ ധിക്കാരികൾക്ക് അത് നിഷേധിച്ചേ തീരൂ എന്ന ശാഠ്യമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. പുനഃസൃഷ്ടി സംശയവാദക്കാരോട് അത്ഭുതകരമായ ഈ ഭൂലോകത്തെയും വാനലോകത്തെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന് ഇവരെപ്പോലെയുള്ളവരെയും സൃഷ്ടിക്കാൻ തീർച്ചയായും കഴിവുണ്ടെന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഒന്നുകൂടി ചോദിക്കുകയാണ്. അതിനോട് ചേർത്ത് 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്ന്, അവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് ഒരു സമയം അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. അത് അവർ വെല്ലുവിളിയായിട്ടൊന്നും ചോദിക്കേണ്ടതില്ല, ആ സമയത്തത് വരും. 2, അന്ത്യദിനത്തിൻ്റെ ആഗമനത്തിൽ ഒരു സംശയവും നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് തന്നെ ഒരു തുടക്കം നിശ്ചയിച്ചതുപോലെ അതിനൊക്കെ ഒരു ഒടുക്കവും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു സംശയവും ആ വിഷയത്തിൽ ഇല്ല. പക്ഷേ ഇതൊക്കെ പറയുന്നതിൻ്റെ ഫലം എന്താണ്? സത്യനിഷേധികളായ ആളുകൾ അതിനെ നിഷേധിക്കുക എന്ന് തന്നെയുള്ള ഒരു ശാഠ്യത്തിലാണ് അവരുള്ളത്. ആ ശാഠ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളുന്ന ഒരു പ്രകൃതത്തിലല്ല
ആ ശാഠ്യക്കാരുള്ളത് എന്നുകൂടി അള്ളാഹു നേരിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. തുടർന്ന് 100-ാമത്തെ ആയത്തിൽ കുല്ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദൻ ലഅംസക്തും ഖശിയത്തൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖതൂറ. പ്രവാചകരെ അവരോട് പറയുക, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹ ഖജനാവുകളെങ്ങാനും നിങ്ങളുടെ അധീനത്തിലാവുകയാണെങ്കിൽ ചെലവായി പോകുമെന്ന പേടിയാൽ തീർച്ചയായും നിങ്ങളത് കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു. വാസ്തവത്തിൽ മനുഷ്യൻ വളരെ സങ്കുചിതനായിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാൻ ശത്രുക്കൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം സാമ്പത്തികമായ അഭിവൃദ്ധിയായിരുന്നു. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കായി ഭൂമിയിൽ അരുവികൾ ഒഴുക്കിത്തരണം, സഫാ മലയെ സ്വർണ്ണക്കുന്നാക്കണം, ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഈത്തപ്പന മുന്തിരി തോപ്പുകൾ ഉണ്ടാക്കണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നല്ലോ. എന്നാൽ മനുഷ്യ പ്രകൃതി അനുസരിച്ച് അവൻ സാമ്പത്തിക വിശാലത ലഭിച്ചാലും പിശുക്കന്മാരായി മാറുന്ന സ്വഭാവക്കാരാണെന്നാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യൻ്റെ പിശുക്ക് സമ്പത്ത് നൽകുന്നതിൽ മാത്രമല്ല, നന്മ അംഗീകരിക്കുന്നതിലുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന മഹത്വവും ശ്രേഷ്ഠതയും അവർക്ക് തിരിയാത്തതല്ലല്ലോ പ്രശ്നം. പക്ഷേ അത് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുവാൻ, അതിനെ ഒന്ന് അംഗീകരിക്കുവാൻ, അതിനെ ഒന്ന് പുകഴ്ത്തുവാൻ മനുഷ്യന് സാധ്യമല്ല. അവിടെയും അവൻ പിശുക്ക് കാട്ടുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരക്കാർക്ക് ഇനി സാമ്പത്തിക കാര്യത്തിൽ പിശുക്ക് കാട്ടുമെന്ന വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അള്ളാഹുവിന് ഏതായാലും സംശയമില്ല. ഇങ്ങനെയാണ് തഫീമുൽ ഖുർആനിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കുന്നത്. റബ്ബിൻ്റെ അനുഗ്രഹ ഖജനാവുകൾ എങ്ങാനും നിങ്ങളുടെ സ്വാധീനത്തിലാവുകയാണെങ്കിൽ ചെലവായി പോകുമെന്ന പേടിയാൽ തീർച്ചയായും നിങ്ങളത് കെട്ടിപ്പൂട്ടി വെക്കുമായിരുന്നു. മനുഷ്യൻ വളരെ സങ്കുചിത മനുഷ്യനാണ്, പിശുക്കനാണ് എന്നാണ് ഈ ആയത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിശുക്ക് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. മനസ്സിൻ്റെ സങ്കുചിതത്വം, ലുബ്ദ്, പിശുക്ക്, ഷഹുൻ നഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് വിശ്വാസികൾ രക്ഷ നേടണമെന്ന് ഖുർആനിലും സുന്നത്തിലും അടിക്കടി പറഞ്ഞത് അതുകൊണ്ടാണ്. അതെല്ലാം ചീത്ത സ്വഭാവങ്ങളാണ്. സ്വന്തത്തിന് പോലും ചെലവഴിക്കാതെ ചെലവഴിച്ചാൽ തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമികമായി തെറ്റാണ്. സദക്കയിൽ നിന്നൊന്നും കുറയുന്നില്ല. ബൽ യസീദ് ബൽ യസീദ് ബൽ യസീദ് കൊടുത്താൽ അധികരിക്കുകയാണ്. ഈ ഒരു മനസ്സിലേക്ക് എത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല എന്നത് ഒരു വലിയ വിഷയമായി മാറുകയാണ്. ദാനത്തിൻ്റെ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രവാചകൻ കാറ്റായി മാറുന്ന, ദാനശീലമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ, ഒരു സമയത്തു കൂടി. അള്ളാഹുവിൻ്റെ ദാനശീലത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ കൈ നിറഞ്ഞാണിരിക്കുന്നത്, ചെലവഴിക്കുന്നതിൽ അവൻ ഒരു കുറവും വരുത്തുന്നില്ല, ചെലവഴിക്കുന്നതിലൂടെ അത് കുറയുന്നുമില്ല. അള്ളാഹു രാവും പകലും വാരിക്കോരി നൽകുന്നവനാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അവൻ ചെലവഴിച്ചതിനെപ്പറ്റി നിങ്ങൾക്കെന്തറിയാം? അവൻ്റെ വലതു കൈയിലുള്ളത് തീർന്നിട്ടില്ല. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളെ വിശദീകരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നിഷേധികളുടെയും മനോഭാവത്തെ താരതമ്യം ചെയ്യുന്നുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാര മനസ്സോടുകൂടി ഒരു പ്രതിഫലവും വാങ്ങാതെ തൻ്റെ ദൗത്യം റബ്ബിൻ്റെ മാർഗത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രതിഫലവും അതിൽ ചോദിക്കുന്നില്ല, അതിലൊരു പിശുക്കും കാട്ടുന്നില്ല. പക്ഷേ നിഷേധികൾക്ക് വേണ്ടത് ഭൗതികമായ നേട്ടങ്ങളാണ്. അവർക്ക് സ്വർണം വേണം, താഴ്വര വേണം, വിഭവങ്ങൾ വേണം, മുന്തിരി വേണം, കാരക്ക വേണം. ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങളാണ്. എല്ലാം സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണ്. ഇനി അത് അവർക്ക് കൊടുത്താലും അവരതിൽ പിശുക്ക് കാട്ടും. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്യുന്നത് പോലെ 1% പോലും പിശുക്കില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതുകൂടി വളരെ ബുദ്ധിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട്, അവരുടെ മനസ്സറിയുന്ന തമ്പുരാൻ, അവനെ സൃഷ്ടിച്ച തമ്പുരാൻ വളരെ ആകർഷകമായ ശൈലിയിൽ സംവദിച്ചു കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, ഇത്തരം ദുസ്വഭാവങ്ങൾ നമുക്കുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ആയത്തുകളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 101-ാമത്തെ സൂക്തത്തിൽ
വലഖദ് ആതൈന മൂസ തിസ്അ ആയാതിൻ ബയ്യിനാത് ഫസ്അൽ ബനി ഇസ്രായീൽ ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔനു ഇന്നി ലഅദുന്നുക യാ മൂസ മസ്ഹൂറ. മൂസാക്ക് നാം തെളിഞ്ഞു കാണാവുന്ന 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിയരോട് ചോദിച്ചു നോക്കുക. അദ്ദേഹം അവർക്കിടയിൽ ചെന്നപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഏ മൂസ, തീർച്ചയായും ആഭിചാരം ബാധിച്ചവനാണ് നീയത്രേ എന്നാണ് ഞാൻ കരുതുന്നത്. മക്കയിലെ നിഷേധികൾ പലവട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത് നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2 വട്ടം അതിന് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ തവണയാണ് ഇവിടെ മറുപടി പറയുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കാണിച്ചാലേ ഞങ്ങൾ പ്രവാചകനെ വിശ്വസിക്കുകയുള്ളൂ എന്നവർ വാശി പിടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് പലവട്ടം ദൃഷ്ടാന്തങ്ങൾ ഇറക്കപ്പെട്ട ഫിറൗൻ്റെയും ജനതയുടെയും കഥ ഇവിടെ ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിക്കുന്നത്. അവർക്കാവട്ടെ വളരെ വ്യക്തമായ 9 ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രതികരണം? എന്നിട്ട് മൂസാക്ക് ആഭിചാരം ബാധിച്ചിരിക്കുന്നു എന്ന ഒറ്റവാക്കിലുള്ള ഒരു വർത്തമാനമാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു അവർക്ക്? അവനെയും അവൻ്റെ കൂട്ടാളികളെയും നാം നാട്ടിൽ നിന്ന് പുറത്താക്കി ആഴിയിൽ മുക്കിയൊടുക്കി എന്നതാണ് സംഭവിച്ചത്. എന്തിനും ഏതിനും പ്രവാചകനോട് ദൃഷ്ടാന്തം ചോദിക്കുന്നവർക്ക് ആ കഥ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇസ്രായേലി സമൂഹത്തിന് സംഭവിച്ച അത്തരം ദുരന്തപൂർണമായ പര്യവസാനങ്ങളെക്കുറിച്ച് ഇന്നത്തെ ധിക്കാരികളും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ജനത ഒരു കൂട്ടരെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവസാനം സംഭവിച്ചത് അവർ നാട്ടിൽ നിന്ന് പുറത്താവുകയും അവർ വലിയ കടലിൽ മുങ്ങിച്ചാവുകയും ചെയ്തു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. ആ 9 ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്തായിരുന്നു എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് തഫ്ഹീമുൽ ഖുർആൻ സംഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: 1, പാമ്പായി മാറുന്ന വടി; 2, കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന കൈ; മാരണക്കാരുടെ മരണത്തെ മൊത്തം പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി; 4, പ്രവചനപ്രകാരം നാട്ടിൽ പടർന്നു പിടിക്കുന്ന ക്ഷാമം; 5, വെള്ളപ്പൊക്കങ്ങൾ; 6, വെട്ടുകിളി; 7, പേൻ; 8, തവളകൾ; 9, ചോര. 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ സമുദായത്തിന് നൽകി. അവരുടെ നിരന്തരമായ ധിക്കാരത്തിൻ്റെ ഫലമായി ഇതിൽ പ്രളയം, വെട്ടുകിളി, പേൻ, തവളകൾ, ചോര 5 എണ്ണം അൽ അറാഫിലെ 133-ാം ആയത്തിൽ എണ്ണിപ്പറഞ്ഞിട്ടുള്ളതാണ്. ഫറവോൻ്റെ വർഗത്തെ നാം വർഷങ്ങളോളം ക്ഷാമത്തിലും വിളനാശത്തിലും അകപ്പെടുത്തിയെന്ന് 130-ാം ആയത്തിലും പറയുന്നുണ്ട്. ഇതിൽ ചിലത് ദൃഷ്ടാന്തമായി അവർക്ക് കാണാൻ പറ്റിയതായിരുന്നു, എന്നാൽ മറ്റു ചിലത് അവർക്ക് ശല്യമായും ശിക്ഷയായും വന്നതാണ്. കൊമ്മൽ എന്നതിന് കീടങ്ങൾ എന്നർത്ഥമുണ്ട്. പേന്, ചെള്ള്, കൊതുക്, ചിതൽ എന്നിവയ്ക്കെല്ലാം ആ പദം പ്രയോഗിക്കും. പേൻ, കൊതുക് മനുഷ്യരിലും ചിതൽ, പാറ്റകൾ എന്നിവ കൃഷിയിലും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ നാശം വരുത്തിയിരിക്കണം. വെട്ടുകിളികൾ കൃഷി നശിപ്പിച്ചതിന് പുറമെ അവരുടെ വാതിലുകളും അതുപോലെ ജനവാതിലുകളും ഒക്കെ നശിപ്പിച്ചതായും അത് അടർന്നു വീണതായും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. പേനും കീടങ്ങളും വീടുകൾക്കുള്ളിൽ ശല്യമുണ്ടാക്കുകയും അവരുടെ ഉറക്കം കെടുത്തുകയും ചെയ്തു. തവളകളാകട്ടെ വീടുകൾക്കുള്ളിലും പാത്രങ്ങളിലും ഭക്ഷണത്തിലും വരെ ശല്യമുണ്ടാക്കി. ചോര രക്തസ്രാവമായി മൂക്കിലൂടെ പ്രത്യക്ഷപ്പെട്ടു. കിണറ്റിലും പാത്രത്തിലും ചോര, വെള്ളത്തിലൊക്കെയും ചോര. ഇതിൽ ഓരോന്നും വരുമ്പോഴും അവർ മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അത് അള്ളാഹു നീക്കിക്കൊടുത്താൽ വീണ്ടും അവർ ധിക്കാരികളായി മാറും എന്നൊക്കെ തന്നെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റ് മുഫസ്സിറുകളും വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. സൂറത്തു നംലിലെ 13-14 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്:
നമ്മുടെ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ ആ ജനതയ്ക്ക് മുമ്പിൽ സമാഗതമായപ്പോൾ അവർ പറഞ്ഞത് ഇത് സ്പഷ്ടമായ ആഭിചാരമാകുന്നു എന്നത്രേ. തികഞ്ഞ ധിക്കാരത്തോടും അഹങ്കാരത്തോടും അവർ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിപത്ത് നീക്കിത്തന്നാൽ നിന്നിൽ വിശ്വസിക്കുകയും ഇസ്രയേൽ വംശത്തെ നിന്നോടൊപ്പം അയക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതായി അൽ ആറാഫിലെ 134 സൂക്തത്തിലും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അവർ നടപ്പാക്കിയില്ല. ഈ സൂറത്തിൽ ഇസ്രായേലിയരോട് ചോദിച്ചു നോക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്നത് 9 തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും ഫിറൗൻ എന്താണ് പ്രതികരിച്ചത്? മൂസ, നിശ്ചയം ആഭിചാരം ബാധിച്ച ഒരുവനാണ് നീയത്രേ എന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നല്ലോ. മക്കയിലെ ബൗദ്ധൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ഇതേ ആരോപണം ഉന്നയിച്ചത് ഈ സൂറത്തിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആഭിചാരക്കാരനാണ് എന്നുള്ള കാര്യം. ഇതേ ആരോപണം മൂസ അലൈഹി ഇസ്ലാമയ്ക്കെതിരെയും വന്നിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ ബനു ഇസ്രായേൽ സമുദായത്തിൻ്റെ ഈ കടുത്ത കേടുകളിൽ നിരാശരാവണ്ട, അവരുടെ സ്വഭാവമാണിത്, പക്ഷേ അവർക്ക് അവസാനത്തിൽ നാശമേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഖുർആനിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭമാണിത്. 102 ആയത്തിൽ പറയുന്നു, ഖാല ലഖദ് അലിംത മാ അൻസല ഹഉലായി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ് ബസായിറ വ ഇന്നി ലഅദുന്നുക യാ ഫിർഔനു മസ്ബൂറ. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഉൾക്കാഴ്ച നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ നാഥനല്ലാതെ മറ്റാരുമല്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ. നീ നാശോന്മുഖനായ മനുഷ്യനാകുന്നു എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. തെളിഞ്ഞു കാണുന്ന 9 ദൃഷ്ടാന്തങ്ങൾ ഒരു മഹാരാജ്യത്ത് തുടരെ വന്നു കഴിഞ്ഞിട്ടും രാജ്യം ഭരിക്കുന്ന ഫിറോൻ പറഞ്ഞത് അതൊക്കെ മൂസയുടെ ആഭിചാരം മൂലമാണ് എന്നായിരുന്നു. അത് കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി മൂസ അലൈഹിസ്സലാം ഫറോവയോട് പറയുന്നതാണ് ഈ ആയത്ത്. ഫറോവ, നിനക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു മായാജാലക്കാരൻ ഞൊടിയുടെ നേരത്തേക്ക് അല്പം ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന കൺകെട്ടു വിദ്യയല്ല നിന്റെ നാട്ടിൽ വർഷങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നീ തന്നെ വിളിച്ചു ചേർത്ത മഹാരാജ്യ സമ്മേളനത്തിലാണല്ലോ വടിപാമ്പായ സംഭവവും അതുകണ്ട മാരണക്കാർ അമ്പരന്ന് അള്ളാവിൽ വിശ്വസിച്ച അത്ഭുതങ്ങളും സംഭവിച്ചത്. നാട് മുഴുവൻ ബാധിച്ച ക്ഷാമം, പടർന്നു പിടിച്ച വെള്ളപ്പൊക്കം, ചതുരശ്രം മേൽ പരന്നു കിടക്കുന്ന ഒരു നാടിൻ്റെ സർവ്വകോണുകളിലും പ്രത്യക്ഷപ്പെട്ട തവളകൾ, പേനുകൾ, വെട്ടുകിളികൾ, അത് വരുത്തിയ നാശങ്ങൾ, അതൊക്കെ ഒരു ആഭിചാരക്കാരന് സാധിക്കുന്ന കാര്യമാണോ ഫിറഔൻ? അതൊക്കെ വരുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നീ ആവശ്യപ്പെട്ടതും സത്യമല്ലേ? ഇതൊക്കെ ആകാശഭൂമികളുടെ നാഥന് മാത്രമേ സാധിക്കൂ എന്ന കാര്യം നിനക്ക് ബോധ്യപ്പെട്ടതുമാണ്. കേവലം കൺകാഴ്ചകളായിട്ടല്ല ഇതൊന്നും നാട്ടിൽ നടന്നത്. ഏത് മനുഷ്യനും ഉൾക്കാഴ്ച നൽകുന്ന രൂപത്തിൽ കൂടിയാണ്, അഥവാ ബസീറത്തോടു കൂടിയാണ്, ദൈവബോധം അങ്കുരിപ്പിക്കുന്ന മഹാ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്, വെറും കൺകാഴ്ചകളല്ല. എന്നിട്ടും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നീ എന്നിൽ ആഭിചാരം ആരോപിച്ചു നോക്കുന്നു. സത്യത്തിൽ എനിക്ക് വ്യക്തി താല്പര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഞാൻ വലിയ ആഭിചാരക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഏറ്റെടുത്ത് നാട്ടിൽ ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ നോക്കുകയല്ലേ ഞാൻ ചെയ്യുക. പക്ഷേ എൻ്റെ നിലപാട് മറിച്ചാണ്. നിൻ്റെ നാശമാണ് ഞാൻ ഇതിലൊക്കെ വായിച്ചെടുക്കുന്നത്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വന്നിട്ടും അതിൽ നിന്ന് പാഠം പഠിക്കാതെ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിനക്ക് നാശമല്ലാതെ ഇനി എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നമ്മൾ ഓർക്കുക, ഒരു ജനതയ്ക്ക് ദൃഷ്ടാന്തങ്ങൾ വന്നിട്ട് അവരതിനെ കളവാക്കിയാൽ പിന്നെ അവർക്ക് വരുന്നത് കൊടിയ നാശമായിരിക്കുമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ്, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അടിക്കടി ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവന് കൊടിയ നാശമാണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മസ്ഹൂറൻ, സിഹ്ർ ബാധിച്ചവൻ എന്ന് ഫിറൗൻ മൂസ അലൈഹിസ്സലാമയെ പറ്റി പറഞ്ഞതിന് മറുപടിയായിട്ട് ഫിറൗനെ പറ്റി മൂസ അലൈഹിസ്സലാം പറയുന്നത് മസ്ബൂറൻ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ശപിക്കപ്പെട്ടവൻ, നശിച്ചവൻ, അട്ടിമറിക്കപ്പെട്ടവൻ, അതിജയിക്കപ്പെട്ടവൻ എന്നൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. നാശം പിടിച്ചവൻ എന്നും ഇതിന്
അർത്ഥം പറയാവുന്നതാണ്. ഫിർഔനും കൂട്ടരും സംഭവിച്ച കൊടിയ നാശത്തെക്കുറിച്ച് തന്നെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്ന് അടുത്ത ആയത്തിൽ നിന്ന് കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 103-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: ഫഅറാദ അൻ യസ്തഫിസ്സഹും മിനൽ അർളി ഫഅഗ്റഖ്നാഹു വമൻ മഅഹു ജമീഅ. ഒടുവിൽ ഫിർഔൻ മൂസയെയും ഇസ്രായേൽ വംശത്തെയും ഭൂമിയിൽ പറിച്ചെറിയാൻ ഉദ്ദേശിച്ചു. നാമോ അവനെയും കൂട്ടാളികളെയും ഒന്നടങ്കം കടലിൽ ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. മൂസ അലൈഹിസ്സലാമയെയും ഇസ്രായേൽ വംശത്തെയും മിസ്രിൽ നിന്ന് പറിച്ചെറിയാൻ ഫിറൗനും കൂട്ടരും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊന്നും വംശഹത്യ നടത്തിയും അവരിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചും നാടുകടത്തിയും വീരോടെ പിഴുതെറിയാനാണ് ഫറവോനും കൂട്ടരും വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അള്ളാഹു ചെയ്തത് നേരെ തിരിച്ചാണ്. ഫിർഔനെയും കൂട്ടാളികളെയും ഒന്നടങ്കം ആഴിയിൽ മുക്കി ഒടുക്കിക്കളഞ്ഞു. എല്ലാവർക്കും വലിയ പാഠങ്ങൾ ഇതിലുണ്ട്. ഈ കഥ മക്കയിലെ സത്യനിഷേധികളോട് പറയുമ്പോൾ അള്ളാഹു അവരോട് ഉണർത്തുന്നത് ചരിത്രത്തിൽ മൂസാ പ്രവാചകനോട് മിസ്രിലെ ഫിറൗനും കൂട്ടരും അനുവർത്തിച്ചത് തന്നെയാണ് ഏറെ സമാനതകളോടെ നിങ്ങളും ഈ മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്നത്. ആരാണ് ഭൂമിയിൽ പിന്നീട് വാണതെന്നും ആരാണ് വീണതെന്നും നിങ്ങൾ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. നിങ്ങളും ഇതേ നിലപാട് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് വരാനുള്ളതും ഇതേ പരിണതി ആയിരിക്കും. അതോർക്കുന്നത് നന്ന്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ദൃഷ്ടാന്ത വടിയെ ആഭിചാരമായി കണക്കാക്കി പരിഹസിച്ചവരറിയണം, അതേ വടി കൊണ്ട് അടിച്ച് സമുദ്രം പിളർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഖണ്ഡവും വൻ പർവ്വതം പോലെയായ വിടവിലൂടെയാണ് ഇസ്രായേൽ വംശത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയതും അവയെ വീണ്ടും സമുദ്രമാക്കി മറുകക്ഷിയെ മുക്കിയൊടുക്കിയതും എന്നും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന ഇസ്ലാമോഫോബിയ തന്നെയാണ്, അതേ ടൂളുകൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ വരിക. അന്ധഛിദ്രത നിങ്ങൾ ആളുകളിൽ വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അന്ധഛിദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേ അവസ്ഥ തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ട് അതേ വടി കൊണ്ട് തന്നെ നിങ്ങളെ അള്ളാഹു തകർത്തേക്കാം എന്നും ഈ ലോകത്തുള്ള ആളുകൾ, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊന്നും കേവലം ആഭിചാരമായിരുന്നില്ല എന്ന് ചരിത്രം കണ്ടതാണ്. എന്നിട്ടും നിങ്ങൾ പഴയ തെറ്റുകൾ ആവർത്തിക്കുകയാണോ എന്നാണ് ഈ സൂറത്ത് കാലഘട്ടത്തിലെ ആളുകളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. കാലികമായ ഒട്ടേറെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കുവാനും കാലികമായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.